അപ്പോഴത്തെ ഇതുണ്ട്, ഒരാൾ കൊണ്ടുവന്ന് പഴം ഇട്ട് കൊടുത്ത്. ഇങ്ങനെ പഴം കൊടുക്കരുതെന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ആൾക്കാർ കൊണ്ടുവന്ന് ഇങ്ങനെ പഴം ഇട്ട് കൊടുക്കും, പ്രസാദമാണെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അതുങ്ങൾ അസുഖം വന്ന് ചാവുക. കെമിക്കൽ അടിച്ച പഴമാണ് അത് മുഴുവൻ. ഇതുണ്ടോ, പശുവും കുരങ്ങും കൂടി അടിയുണ്ടാക്കുന്നുണ്ടോ. പശു തൊലിക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്, പക്ഷേ കുരങ്ങ് പഴമാണെന്ന് വിചാരിച്ച് കൊടുക്കുന്നില്ല. അപ്പോഴത്തെ പുഷ്കറിൻ്റെ പ്രധാന കവാടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് പുഷ്കറിലോട്ട് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ ഈ കാടും കുന്നും മലയും എല്ലാം കയറി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിതേ അസ്വസ്ഥയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ മഴ നമ്മളെ മാടി വിളിക്കും. അപ്പോൾ ശരി, നമ്മൾ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പിലോ വല്ലതും തങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട്. അപ്പോഴത്തെ പെരുമഴയായി നമ്മൾ പുഷ്കറിലെത്തിയിട്ടുണ്ട്. ഇടി കുടുങ്ങുന്നുണ്ട്, പെരുമഴയാണ്. ഇവിടെ ഒരാൾ വന്ന് നിൽപ്പുണ്ട്. ഇവിടെ ഒരാൾ നമുക്ക് കൂട്ടിന് വന്ന് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിനെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കാറ്റ് ഇങ്ങോട്ടാണ്, ഈ സൈഡിലോട്ടാണ് കാറ്റ് പിടിക്കുന്നത്. സൈക്കിൾ മറിയാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പെരുമഴയത്ത് ഈ കടക്കാരോട് ചോദിച്ചപ്പോഴത്തേനും ഉമീദല്ല, കൃഷ്ണ ജനറൽ സ്റ്റോഴ്സിൽ ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞ് കുഴപ്പമില്ല, ഇങ്ങോട്ട് കയറ്റി വെച്ചോളാൻ പറഞ്ഞു. അവരുടെ വീടാണെന്ന് തോന്നിയത്. അപ്പോൾ ഇന്ന് മിക്കവാറും ഈ കട്ടിലിൽ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. മിക്കവാറും ഇതായിരിക്കും അവസ്ഥ. നല്ല മഴയാണ്. ഏതായാലും നമ്മുടെ യാത്ര ഇങ്ങനെയായി. ഇന്ന് മാതാവിനോടും കുഞ്ഞിയോടും ഒക്കെ വർത്തമാനം പറഞ്ഞ് ഇവിടെ കൂടാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടെ ദൂരം പോയി കഴിഞ്ഞാൽ അവിടെ ബസ് സ്റ്റോപ്പുണ്ട്, അവിടെ പോയി നിൽക്കാം. അപ്പോഴത്തെ അവരുടെ ദയ കൊണ്ട് ഇവിടെ കയറി നിന്നു. മഴ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാലും ഇനി എന്നേലും കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇതുവരെ ഒന്നും കഴിച്ചില്ല, ഒരു ജ്യൂസ് മാത്രം കുടിച്ചതാണ്. നല്ല ഇടി കൊടുക്കുന്നുണ്ട്, മഴയ്ക്ക് വീണ്ടും സാധ്യതയുണ്ട്. കണ്ടല്ലോ അവസ്ഥ, കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. ഏതായാലും കൃത്യം മഴയ്ക്ക് മുമ്പ് കേട്ടോ, ഞാൻ ആ കവാടം ഇങ്ങ് പുഷ്കറിലോട്ടുള്ള കവാടം കടന്നപ്പോൾ മഴ ആറാൻ തുടങ്ങി. ഏതൊക്കെയാലും ഇവിടെ വന്നപ്പോൾ കറക്റ്റ് ഒരു സ്ഥലം, ഒരു ശക്തി കൊണ്ടുവന്ന് വന്നു. അപ്പോൾ ശരി, ഇവിടെ നിൽക്കുക. അല്ല, ഇപ്പോൾ എന്ത് ചെയ്യുക. ഇന്നലെ വന്നപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ 1-2 സ്ഥലത്തൊക്കെ കയറി എന്നാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോഴത്തെ രാവിലെ തന്നെ ഇവിടുത്തെ മെയിൻ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവരാണ് ഇവിടെ മേയ്ക്കുന്നത് മൊത്തം. അപ്പോഴത്തെ നമ്മൾ പെണ്ണിനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ അവിടെ മോർണിംഗ് വാക്കിന് വേണ്ടി അവൾ ഇറങ്ങിയതാണ്. രാവിലെ അവൾക്ക് ഒരു ചെറിയ പ്രഭാത സവാരിയൊക്കെ ഉണ്ട്. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.